തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടായിട്ടുണ്ടോ എന്ന് കാസർഗോഡും മലപ്പുറത്തും ജയിച്ചവരുടെ പേര് നോക്കിയാൽ അറിയാമെന്ന വിവാദ പരാമർശവുമായി മന്ത്രി സജി ചെറിയാൻ. NSS, SNDP സഹകരണം CPMന്റെ സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലും മലപ്പുറത്തെ ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും ജയിച്ചു വന്നവരുടെ പേര് വായിച്ചു നോക്കൂ. സമുദായത്തിന് ഭൂരിപക്ഷമില്ലാത്തവർ എവിടെ നിന്നാലും ജയിക്കാൻ പറ്റാത്ത സ്ഥിതിയുണ്ടാകും. കേരളത്തെ ഉത്തർപ്രദേശും മധ്യപ്രദേശുമാക്കാൻ ശ്രമിക്കരുതെന്ന് മന്ത്രി പറഞ്ഞു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നയിച്ച കേരള യാത്രയുടെ സമാപന ചടങ്ങിൽ VD സതീശൻ നടത്തിയ പ്രസംഗത്തെ മന്ത്രി വിമർശിച്ചു. വർഗീയ ചേരിതിരിവുണ്ടാക്കി ന്യൂനപക്ഷത്തിന്റെ വോട്ട് പിടിക്കാൻ കഴിയുമോ എന്ന അടവാണ് സതീശൻ നടത്തിയത്. പ്രസ്താവന പിൻവലിച്ച് സതീശൻ മാപ്പു പറയണം. കാറിൽ കയറ്റിയെന്നും ഷാൾ പുതപ്പിച്ചുവെന്നും സതീശൻ പറഞ്ഞു. ഷാൾ പുതപ്പിച്ചുവെന്ന് ഉദ്ദേശിച്ചത് NSS ജനറൽ സെക്രട്ടറിയാണോ? ആരോഗ്യനില മോശമായ സുകുമാരൻ നായരെ കാണാനാണ് മുഖ്യമന്ത്രി പയ്യന്നൂരിൽ പോയത്. പ്രായമായ ആളല്ലേ വെള്ളാപ്പള്ളി? അദ്ദേഹത്തെ കാറിൽ കയറ്റാതെ ഇറക്കി വിടണമെന്നായിരുന്നു എന്നും സജി ചെറിയാൻ ചോദിച്ചു. പരാമർശം വിവാദമായതോടെ കൂടുതൽ വിശദാംശങ്ങളുമായി മന്ത്രി വീണ്ടും മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ മതേതരത്വം പറഞ്ഞ CPMന്റെ ഒറ്റാളി ജയിച്ചു. അതായത് മുസ്ലിം ജനവിഭാഗത്തിൽ നിന്ന് CPMൽ മത്സരിച്ച പൊന്നാനി പോലും ഞങ്ങൾ തോറ്റു. അല്ല, ഞാൻ പറഞ്ഞ അതല്ല, ഞാൻ ജില്ലാ പഞ്ചായത്തിൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞത് മതേതരത്വം പറയുന്ന ഞങ്ങൾക്ക് മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ ഒരു സീറ്റും കിട്ടിയില്ലെന്നാണ് പറഞ്ഞത്. മതേതരത്വം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് അവിടെ ജയിക്കണ്ടേ, ഒരു സീറ്റ് ജയിക്കണ്ടേ. ഞങ്ങൾ ജയിക്കാഞ്ഞപ്പോൾ അവിടെ ജയിച്ചത് ലീഗിൻ്റെ പിന്തുണയോടുകൂടി കോൺഗ്രസ് ആണെന്ന് ഞാൻ പറഞ്ഞു. അല്ലെ, ലീഗാണ് ജയിച്ചത്. അപ്പം വർഗീയതയോട് സമരസപ്പെട്ടു പോകുന്ന സമീപനം ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നടക്കുന്നു, അല്ലെ വളർന്നു വരുന്നു എന്ന ഒരു കാഴ്ചപ്പാടിലാണ് ഞാൻ വെച്ചത്. അത് ചർച്ച ചെയ്യപ്പെടാം. അത് ചർച്ച ചെയ്യേണ്ട, ഇല്ലെങ്കിൽ ചർച്ച ചെയ്യേണ്ട. അത് വേറൊരു വിധത്തിൽ ടെസ്റ്റ് ചെയ്യേണ്ട. ഞാൻ ഏതെങ്കിലും ഞാൻ അങ്ങേറ്റം മതേതരവാദിയാണ്. ഞാൻ ഈ കേരളത്തിൽ ഭൂരിപക്ഷ വർഗീയത ന്യൂനപക്ഷ വർഗീയത അങ്ങേറ്റം എതിർക്കുന്ന ആളാണ്. നിഷ്പക്ഷമായി ജനങ്ങൾ ഏകോദര സൗരങ്ങളെപ്പോൾ ജീവിക്കണം. ഇവിടുത്തെ ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യാനിക്കും സമാധാനത്തോടെ കേരളത്തിൽ ജീവിക്കണം. ആ ജീവിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷത്തെ ദുർബലപ്പെടുത്തുന്ന തരത്തിലുള്ള ഇടപെടി BJPയുടെ ഭാഗത്തു നിന്നോ, അല്ലെ സംഘപരിവാറിൻ്റെ ഭാഗത്തു നിന്നോ, അല്ലെ ലീഗിൻ്റെ ഭാഗത്തു നിന്നോ, അല്ലെ ജമാഅത്തിൻ്റെ ഇസ്ലാമിയുടെ ഭാഗത്തു നിന്നോ വരുന്നു. അത് അപകടമാണെന്നാണ് ഞാൻ പറയുന്നത്.